ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് വിവിഡ് വിഷൻ എന്നുള്ളതിനെ കുറിച്ചാണ്. വിവിഡ് വിഷൻ എന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് കാമറൂൺ ഹെറോൾഡ് എന്ന ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഓതർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ എന്താണ് വിവിഡ് വിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത ഒരു 3 വർഷത്തേക്ക് നമ്മുടെ സ്ഥാപനം എവിടെ എത്തിച്ചേരണം എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ഒരു വിവരണമാണ് വിവിഡ് വിഷൻ എന്നുള്ളത്. ഏതാണ്ട് 40-45 പേജുകളിൽ ഇത് എഴുതി വെക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ വിവിഡ് വിഷൻ? ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അതിൻ്റെ CEO ആണ് വിവിഡ് വിഷൻ തയ്യാറാക്കേണ്ടത്. അത് നടപ്പിൽ വരുത്തേണ്ടത് അവിടുത്തെ ലീഡർഷിപ്പ് ടീമുമാണ്. അപ്പോൾ വിവിഡ് വിഷൻ എവിടെ ഇരുന്നാണ് തയ്യാറാക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായും നമ്മുടെ സ്ഥാപനത്തിലിരുന്നോ, നമ്മളുടെ ഭവനത്തിലിരുന്നോ, അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിലിരുന്നോ ഇത് തയ്യാറാക്കുവാൻ സാധിക്കുകയില്ല. മറിച്ച് വളരെ കാം ആൻഡ് ക്വയറ്റായ ഏതെങ്കിലും സ്ഥലത്ത്, അതൊരു പക്ഷേ ഒരു ചെറിയൊരു വനമാകാം, അല്ലെങ്കിൽ നല്ല ഒരു റിസോർട്ടാകാം, എവിടെയെങ്കിലും ആകട്ടെ, വളരെ കാമായ ഒരു സ്ഥലത്തിരുന്ന് വളരെയധികം ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് വിവിഡ് വിഷൻ എന്നുള്ളത്. വിവിഡ് വിഷനിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത 3 വർഷത്തേക്ക് നമ്മുടെ സ്ഥാപനം എവിടെ എത്തിച്ചേരണം, നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസ്, നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മളുടെ സപ്ലയേഴ്സ്, ഇവരെയൊക്കെ കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. നമ്മൾ 3 വർഷങ്ങൾക്കപ്പുറത്ത് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് കയറി വരുമ്പോൾ വാട്ട് യു ഫീൽ, വാട്ട് യു സീ, വാട്ട് യു ഹിയർ, ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഓർഗനൈസേഷണൽ ചാർട്ടിലെ ഓരോ പൊസിഷനുകളെക്കുറിച്ചും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ചും വളരെ വ്യക്തമായി എഴുതി വയ്ക്കുക. നമ്മളുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ആൻഡ് അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, IT ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, ഇതിനെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായ വിവരണങ്ങൾ 3 വർഷങ്ങൾക്കപ്പുറത്ത് നമ്മൾ എത്തിച്ചേരുന്നതിനെക്കുറിച്ച് എഴുതി വെക്കുക. അതോടൊപ്പം 3 വർഷങ്ങൾക്കപ്പുറത്ത് നമ്മളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. മീഡിയ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ അഡ്വർടൈസിങ് എവിടെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, TV-യിലാണോ അതോ ഓൺലൈൻ കേന്ദ്രീകരിച്ചാണോ, ഇങ്ങനെയുള്ള വളരെ വ്യക്തമായ കാര്യങ്ങൾ ക്ലിയറായി എഴുതി തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ബ്രെയിൻ സ്റ്റോമിംഗ് എക്സസൈസ് ആണ്. അപ്പോൾ മൈൻഡ് മാപ്പിംഗ് എന്ന ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് എക്സസൈസ് ഉണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾക്ക് നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഐഡിയാസ് അത് അപ്പോൾ തന്നെ പേപ്പറിലേക്ക് എഴുതി വെക്കുക. അതിനൊരു പർട്ടിക്കുലർ ഓർഡറിലേക്കൊന്നും ആക്കാനായിട്ട് ആദ്യം നമ്മൾ ശ്രമിക്കേണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു വിവിഡ് വിഷൻ വളരെ ശ്രദ്ധാപൂർവം, വളരെ കാം ആൻഡ് ക്വയറ്റായ ഒരു സ്ഥലത്തിരുന്ന് ക്ലിയറായി നമ്മളുടെ അടുത്ത 3 വർഷത്തിലേക്കുള്ള നമ്മളുടെ ഒരു റോഡ് മാപ്പ് ശ്രദ്ധാപൂർവം എഴുതി വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് എഴുതി വെക്കുന്നതിന് വേണ്ടി മൈൻഡ് മാപ്പിംഗ് എന്ന ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുക. അതെന്ന് പറയുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഈ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് വളരെ കൃത്യതയോടെ എഴുതി വെച്ച് അതിനെക്കുറിച്ച് നടപ്പിൽ വരുത്തുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല, മറിച്ച് ഈ കാര്യങ്ങൾ എഴുതി വെക്കുക. ഇതാണ് വിവിഡ് വിഷൻ എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. ബാനർജി ഭാസ്കരൻ.